സുന്ദരവും പവിത്രവും അനുപമവുമായ നാമം. അവളുടെ സ്നേഹത്തിന് ആകാശത്തോളം വിശാലതയും ഇങ്ങ് ഭൂമിക്കടിയോളം ത്യാഗവുമുണ്ട്. ഇടശ്ശേരിയുടെ പൂതപ്പാട്ടിലെ അമ്മ തന്റെ ഉണ്ണിയെ തട്ടിയെടുക്കാൻ ശ്രമിച്ച പൂതത്തെ മാതൃസ്നേഹം കൊണ്ട് തോൽപ്പിച്ചു. സ്വന്തം കുഞ്ഞിനെ തിരികെ കിട്ടാൻ മൂല്യമാർന്ന കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് സമർപ്പിച്ചു. കുഞ്ഞിനെ സ്നേഹിക്കാൻ അമ്മയ്ക്ക് എന്തിന് കണ്ണുകൾ? അമ്മയുടെ സ്നേഹ തീവ്രതയിൽ കബളിപ്പിക്കാനൊരുങ്ങിയ പൂതം ശാപഭാരമേൽക്കേണ്ടിയും വന്നു. നങ്ങേലി എന്ന മാതൃസ്നേഹ ബിംബം നാം ഒരിക്കലും കേട്ടുമറക്കുകയില്ല. ഒപ്പം കുഞ്ഞിനെ വിട്ടുകൊടുക്കുമ്പോൾ തേങ്ങലുള്ളിലൊതുക്കി കണ്ണീർ മറയാക്കി വിങ്ങുന്ന പൂതം മാതൃത്വത്തിന്റെയും ആർദ്ര സ്നേഹത്തിന്റെയും മറ്റൊരു മാതൃബിംബമാകുന്നു. കിളിവാതിലിൽ കൂടി കണ്ണും വായിച്ചു പകലൊക്കെ പാർക്കുന്നു പൂതൻ. വക്കത്തെ മാളിക വീട്ടിലെന്നാറ്റു നൂറ്റിത്തോരുണ്ണി പിറന്നു. ഉണ്ണിക്കരയിലെ കിങ്ങിണി പൊന്നു കൊണ്ടുണ്ണിക്കു കാതിൽ കുടക്കടുക്കൻ. പാപ്പ കൊടുക്കുന്നു, പാലു കൊടുക്കുന്നു, പാവ കൊടുക്കുന്നു നങ്ങേലി. കാച്ചിയ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ട് കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിയിട്ട് ആനത്തമ്പിളി മാമനെ കാട്ടിട്ട് മാമു കൊടുക്കുന്നു നങ്ങേലി, മാമു കൊടുക്കുന്നു നങ്ങേലി. താഴെ വെച്ചാൽ ഉറുമ്പരിച്ചാലോ, തലയിൽ വെച്ചാൽ പേനരിച്ചാലോ, തങ്കക്കൂടത്തിനെ താലോലം പാടിയിട്ട് തങ്ക കട്ടിലിൽ പട്ടു വിരിച്ചിട്ട് തണുതണ പൂന്തോട തട്ടിയുറക്കിയിട്ട് ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി, ചാഞ്ഞുമയങ്ങുന്നു നങ്ങേലി. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. ഉണ്ണിക്കേഴു വയസ്സു കഴിഞ്ഞു, കണ്ണും കാതുമുറച്ചു കഴിഞ്ഞു. പള്ളിക്കൂടത്തിൽ പോയി പഠിക്കാൻ ഉള്ളിൽ കൗതുകമേറി കഴിഞ്ഞു. വെള്ള പൊൽത്തിര ഇത്തിരി കുംഭമേൽ ഉള്ളിലക്കര മുണ്ടു മുടുപ്പിച്ചു വള്ളികൾ കൂട്ടി കുടുമയും കെട്ടിച്ചു. വെള്ളി പൂങ്കവിൽ മെല്ലെ തുടച്ചിട്ടു കയ്യിൽ പൊൻപിടി കൊച്ചെഴുത്താണിയും മൈത്തേറെ മിനുക്കിയോരോലയും അങ്ങനെ അങ്ങനെ നീങ്ങിപ്പോമൊരു തങ്കക്കുടത്തിൽ
ഈന്നു നോക്കുന്നു നങ്ങേലി. പണ്ടോടിപ്പടി വിളയും നീലക്കല്ലോലകളിൽ മാന്തളിരിൻ തൂവെള്ളി ചെറുമുല്ലപ്പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. പൊന്നുണ്ണി പൂങ്കരളെ പോന്നണയും പൊൻകതിരെ. കിളിവായിൽ കൂടി കണ്ണും വായിച്ചു പകലൊക്കെ പാർക്കുന്നു ഊരൻ. കിളിവായിൽ കൂടി കണ്ണും വായിച്ചു പകലൊക്കെ പാർക്കുന്നു ഊരൻ. വേദനയോടെ ഭൂതം യാത്രയാകുമ്പോൾ ഒരു പുനഃസമാഗമത്തിന് അതിയായ ആഗ്രഹത്തോടെ വീണ്ടും വരുമെന്നും ഉണ്ണിയെ കാണാൻ അനുവദിക്കണമെന്നും അപേക്ഷിച്ച ഭൂതത്തോട് വീട് എവിടെയാണെന്ന് നങ്ങേര് പറഞ്ഞതുമില്ല. ഭൂതം ചോദിക്കാനും മറന്നുപോയി. ഒരുപക്ഷെ തന്റെ കുഞ്ഞിനെ വീണ്ടും ഭൂതം തട്ടിയെടുക്കുമോ എന്ന ഭയത്താലാണോ ആ അമ്മ അത് പറയാത്തത്? ചോദ്യമായി അവശേഷിക്കുന്നു. പാവം ഭൂതം ഇപ്പോഴും എല്ലാ മകരക്കൊയ്ത്ത് കഴിയുമ്പോഴും എല്ലാ വീടുകളിലും ഉണ്ണിയെ അന്വേഷിച്ചറിയുന്നു.